കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് മനസ്സിലായപ്പോഴാണ് അവൾക്ക് ശ്വാസം വീഴുന്നത് പോലെ തോന്നിയത്. അപ്പോഴേക്കും മല്ലിക കയ്യിൽ ഒരു കപ്പുമായി അരികിലേക്ക് വന്നിരുന്നു. ചെറുചിരിയോടെ അവൾ അത് വാങ്ങി. ചായ കുടിച്ചുകൊണ്ട് അവൾ ആ കുളത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു. അപ്പോഴേക്കും മല്ലിക അരികിൽ വന്ന് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഒരു പരിചിതയായ സ്ത്രീയെപ്പോലെ വീട്ടിലെ വിശേഷങ്ങളെക്കുറിച്ച് അമ്മയെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. ഒരു അപരിചിതത്വം സംസാരത്തിൽ അവൾക്ക് തോന്നിയിരുന്നില്ല. അത് അവളിൽ വലിയ സന്തോഷമായിരുന്നു അവളിൽ നിറച്ചത്. പെട്ടെന്നൊരു ഉൾപ്രേരണയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഇത്രയും സമയം അമ്മയോട് നന്നായി സംസാരിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. ആദ്യമേ ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് കരുതരുത്. മടിച്ച് അവൾ പറഞ്ഞു. എന്താണ് മോളെ, ചോദിക്കുക. വളരെ സന്തോഷത്തോടെ മല്ലിക പറഞ്ഞു മറുപടി. സാറ് ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലാണോ? ഇപ്പോൾ 2-3 വട്ടം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റു വന്നാൽ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. എപ്പോഴൊക്കെയാണ് സാറിന് ദേഷ്യം വരുന്നത് എന്ന് പറഞ്ഞു തരുമോ? മടിച്ചുള്ള അവളുടെ ചോദ്യം കേട്ട് മല്ലിക ചിരിയാണ് വന്നത്, ഒപ്പം സഹതാപവും. അവളുടെ നിസ്സഹായതയാണ് അവളെ കണ്ടതും അങ്ങനെ ചോദിപ്പിച്ചത്. ജോലി നഷ്ടമാകുമോ എന്ന ഭയമാണ് അവളെ കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് മല്ലികയ്ക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ദേഷ്യം വരുന്ന സമയം പറയാൻ പറ്റുമോ? ഒരാൾക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. പിന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. ആ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയും, എങ്കിലും അവനുള്ളിൽ ശുദ്ധയാണ്. ആരെയും വേദനിപ്പിക്കരുത് എന്നു തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില പ്രവൃത്തികൾ വല്ലാതെ ആളുകളെ വേദനിപ്പിക്കാറുണ്ട്. എന്തെങ്കിലും പറയുമ്പോൾ ഒരുപാട് പറയും. അതവൻ്റെ പ്രകൃതമാണ്. മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയിട്ടില്ല. അവൻ്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അങ്ങ് കണ്ടില്ലെന്ന് നടിച്ചാൽ മതി. മല്ലിക പറഞ്ഞു. എന്നോട് ദേഷ്യപ്പെട്ടത് കൊണ്ടോ വഴക്ക് പറയുന്നത് കൊണ്ടോ എനിക്ക് കുഴപ്പമില്ല. അതിൻ്റെ പേരിൽ ജോലി പോകുമോ എന്നെനിക്ക് പേടി. ജോലിയൊക്കെ വളരെ കൃത്യമാണെന്ന് എനിക്ക് പറഞ്ഞത്. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ എന്നെ പിരിച്ചുവിടുമെന്നുള്ളൊരു പേടി. അത് മോൾ ആദ്യമായി കൊണ്ട് തോന്നുന്നതാ. ഓഫീസിലൊന്ന് തിരക്കി നോക്കിയാൽ അറിയാം സഞ്ജു അവിടെയുള്ളവരോട് എങ്ങനെയാണെന്നും അതിനെ മാനേജ് ചെയ്യുന്ന രീതിയും ഒക്കെ. ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. അവനെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാൽ മതി. പിന്നെ ജോലിയുടെ കാര്യത്തിൽ സഞ്ജു എല്ലാം കാര്യവും കറക്റ്റായിട്ട് നോക്കും. അതിന് ഞാനൊന്നും പറയില്ല. എല്ലാം കൃത്യമായി ചെയ്യുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ കുറച്ച് സമയം ദേഷ്യപ്പെട്ടെന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കരഞ്ഞേക്കണം. ആരെങ്കിലും കരയുന്ന കണ്ട അവന് ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ. പൊതുവെ സ്ത്രീകളോട് അധികം അടുത്ത് ഇടപെട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരി അമ്മേ, അവൾ ചിരിച്ചു. കാപ്പി കുടിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്കിറങ്ങാം. ഉമ്മറത്തു നിന്നും സഞ്ജു വന്നപ്പോഴേക്കും അവൾ പെട്ടെന്ന് ഗ്ലാസ് മല്ലികയുടെ കയ്യിൽ കൊടുത്തു. പെട്ടെന്നെന്തോ അബദ്ധം സംഭവിച്ചതുപോലെ അവൾ മല്ലികയെ നോക്കി. സാറ് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ അമ്പരന്ന് പോയി. ഞാൻ കഴുകി വയ്ക്കാം. എന്താ കുട്ടി ഇങ്ങനെ? അതൊക്കെ ഞാൻ ചെയ്തോളാം. അതൊന്നും മോളുടെ ജോലിയുടെ ഭാഗമല്ല. മോള് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സന്തോഷത്തിലാണ് ഒരു കപ്പ് കാപ്പി തന്നത്. അതിന് കപ്പ് കുട്ടി കഴുകണമെന്നില്ല. അങ്ങനെയല്ല, നമ്മൾ കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴുകണമെന്ന് എപ്പോഴും പറയാറുണ്ട്. ഞാൻ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയാൽ പോലും അത് ഫോളോ ചെയ്യുകയും ചെയ്യാറുണ്ട്. എങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഓഫീസ് കാര്യത്തിനല്ലാതെയും ഇടയ്ക്ക് വരാം. കുട്ടിയോട് സംസാരിക്കാൻ നല്ല രസം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ ഒരാളോട് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരുന്നു പോയി. ഏറെ സന്തോഷത്തോടെ മല്ലിക പറഞ്ഞു. ഒരു ചിരിയോടെ സമ്മതം മൂളി അവൾ സഞ്ജുവിൻ്റെ അരികിലേക്ക് നടന്നു. ഗൗരവത്തിലാണ് ആള്. റിസപ്ഷനിസ്റ്റ് അനുഗ്രഹയെ കാണണം. ജോലിയുടെ രീതിയും ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരും. പിന്നെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ഉപയോഗിക്കാൻ അറിയാലോ. അറിയില്ലെങ്കിൽ അതിൻ്റെ ബേസിക് കാര്യങ്ങളും അനുഗ്രഹയോട് ചോദിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളിലും ആ കുട്ടി ഫോളോ ചെയ്തു. എനിക്കറിയാം സർ, ടാലിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പം പിന്നെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തൊക്കെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. വരൂ. അവൾ കാലിൽ കയറിയപ്പോൾ പിന്നിൽ കയറണോ മുന്നിൽ കയറണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ. ഒന്നും ചെയ്യാതെ മടിച്ചു നിൽക്കുന്നവളുടെ മുഖത്തേക്ക് ആവലാതെ കണ്ടിട്ട് എന്ന പോലെ സച്ചു അവൻ്റെ മുൻസീറ്റ് അവൾക്ക് മുൻപിൽ തുറന്നു കൊടുത്തു. അല്പം പരിഭ്രമത്തോടെയാണെങ്കിലും അവൾ മുൻസീറ്റിൽ തന്നെയാണ് കയറിയത്. ഇരുവരും യാത്ര തുടങ്ങി. കാറിലെ യാത്ര അധികരിക്കും തോറും അവൾക്ക് തണുക്കാൻ തുടങ്ങിയിരുന്നു. അവനോട് പറയാനുള്ള മടി കൊണ്ട് സാരിയുടെ തുമ്പെടുത്ത് അവൾ തോളിലൂടെ പുതച്ചു. അവളുടെ മുഖത്ത് വ്യത്യാസം വരുന്നത് കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായിരുന്നു. AC കുറയ്ക്കണോ? ബുദ്ധിമുട്ടാണെങ്കിൽ അത് കുറയ്ക്കാം. സാരില്ല സാർ, ശീലമില്ലാഞ്ഞിട്ടാണ് സാറേ. AC ഇല്ലാതെ സാറിന് പറ്റില്ലല്ലോ. മറുപടിയൊന്നും പറയാതെ അവൻ AC കുറച്ചിരുന്നു. കുറച്ചു സമയം രണ്ടുപേരും ഒന്നും സംസാരിച്ചിരുന്നില്ല.
ഡ്രൈവിങ്ങിൽ തന്നെയായിരുന്നു സഞ്ജയുടെ ശ്രദ്ധ. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ഭയം തോന്നിയിരുന്നു. അവൻ്റെ ശബ്ദത്തിന് പോലും വല്ലാത്ത ഗാംഭീര്യമാണ്. ഓഫീസിലേക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ ആദ്യം ഇറങ്ങിയതും അവൾ തന്നെയായിരുന്നു. പുറത്തേക്കിറങ്ങി വെയിലേറ്റപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു തോന്നിയത്. അവനെ അനുഗമിച്ചുകൊണ്ട് അവളും ഓഫീസിലേക്ക് കയറി. എല്ലാവരും ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖഭാവത്തിൽ അത് മനസ്സിലാവുകയും ചെയ്തു. എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. എല്ലാവരും മീറ്റിംഗ് ഹാളിൽ വരണം, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എല്ലാവരോട് പറഞ്ഞ് സഞ്ജു ക്യാബിനിലേക്ക് പോയി. ഒപ്പം തന്നെ അവൾ നടന്നു. കുറച്ച് നടന്നപ്പോഴേക്കും സാരിയുടെ തുമ്പിൽ തട്ടി അവൾ വീഴാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവൾ സഞ്ജുവിൻ്റെ ദേഹത്തേക്ക് തട്ടി. താഴേക്ക് വീഴാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ വിരലുകൾ അവരുടെ വയറിൽ സ്പർശിച്ചിരുന്നു. ഒരു നിമിഷം ഓഫീസിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദമായിരുന്നു. ആ നിമിഷം ഓഫീസിലുള്ള എല്ലാവരും സഞ്ജുവിനെയും ശ്രുതിയെയും തന്നെ ഉറ്റുനോക്കി. ഹിന്ദി സിനിമയോ സീരിയലോ എങ്ങാനോ ആയിരുന്നെങ്കിൽ ഒരു സൂപ്പർ റൊമാൻസുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഹേമ പതുക്കെ അനുഗ്രഹയോട് പറഞ്ഞു. ഗൗരി മേഡം ഇവിടെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരു വയലൻസിനുള്ള എല്ലാ സ്കോപ്പും ഉണ്ടെന്ന് പറയുന്നതാണ് സത്യം. മറുപടിയായി പതുക്കെ ഹേമയും പറഞ്ഞു. എന്താണ്ടോ ഇത്, ശ്രദ്ധിച്ചു നടക്കൂ. ഗൗരവത്തോടെ അത്രമാത്രം പറഞ്ഞ് അവളെ നീക്കി നിർത്തിയ ശേഷം സഞ്ജയ് നടന്നിരുന്നു. ഒരു നിമിഷം എല്ലാവരുടെയും നോട്ടം അവിടേക്ക് തന്നെ വീണ്ടും എത്തി. ഒരു വല്ലായ്മ തോന്നിയിരുന്നു ശ്രുതിക്ക്. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അനുഗ്രഹ അവളുടെ അടുത്തേക്ക് വന്നത്. സാറിൻ്റെ കോൺഫറൻസ് ഞാൻ പറഞ്ഞു തരാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അവളുടെ തോളിൽ തട്ടി അനുഗ്രഹ അത് പറഞ്ഞപ്പോൾ അവൾക്കൊരു ആശ്വാസം തോന്നിയിരുന്നു. എന്തു പറ്റി വീഴാൻ? പതുക്കെ അനുഗ്രഹ ചോദിച്ചു. സാരി ഉടുത്ത് നടന്ന് എനിക്കത്ര പരിചയമില്ല. പിന്നെ ഇവിടുത്തെ ടൈല് ഇങ്ങനെയുള്ള ഗ്ലാസ് പോലെയുള്ളതിൽ നടന്നെനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല. നിഷ്കളങ്കമായ അവളുടെ മറുപടി കേട്ട് അനുഗ്രഹയ്ക്ക് സഹതാപം തോന്നിയിരുന്നു. സാരമില്ല, ഞാൻ പഠിപ്പിക്കാം. അനുഗ്രഹ പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു. അപ്പോഴേക്കും എല്ലാവരും മീറ്റിംഗ് റൂമിലേക്ക് എത്താൻ തയ്യാറായി. വലിയ മീറ്റിംഗ് ഒന്നുമല്ല, ഇന്നൊരു കമ്പനിയുടെ മീറ്റിംഗ് ഉണ്ട്. അതിനു മുൻപ് നമ്മുടെ ഇടയിലേക്ക് വന്ന പുതിയ ആളിനെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി സഞ്ജയ് തന്നെയാണ് എല്ലാവരോടായി സംസാരിച്ചത്. ഇത് ശ്രുതി, എൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. നിങ്ങളും എൻ്റെ PMസും ഈ കമ്പനിയുമായി വലിയ ബന്ധമൊന്നുമില്ല. എങ്കിലും ഇനി കമ്പനിപരമായിട്ട് ഞാൻ നേരിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ശ്രുതിയെ അറിയിച്ചാൽ മതി. ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്യാൻ ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ശ്രുതിയുടെ കയ്യിൽ കൊടുത്താൽ മതി. ശ്രുതി കൈകാര്യം ചെയ്യും. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്നെ അറിയിച്ചാൽ മതി. കാരണം ഞാൻ ഒരുപാട് ബ്രാഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ചില പെറ്റി ഇഷ്യൂസ് എനിക്ക് പരിഹരിക്കാൻ ടൈമില്ല. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ വെച്ചത്. അനുഗ്രഹ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം. ഇയാൾക്ക് കുറച്ച് പരിചയക്കുറവുണ്ട്. ഗ്രാജുവേറ്റഡാണ്. പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അനുഗ്രഹ വേണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവൾക്കൊപ്പം ഉണ്ടാവാൻ. ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ നൽകുന്നവനെ ശ്രുതിയും നോക്കിയിരുന്നു. എല്ലാവരുടെയും മുഖം ശ്രുതിയുടെ മുഖത്തേക്കാണ്. അവളുടെ രീതികളും ഭാവങ്ങളും ഒന്നും ആർക്കും അത്ര ഇഷ്ടമായില്ലെങ്കിലും എല്ലാവരിലും ഒരുതരം പരിഹാസമാണ് നിറച്ചിരിക്കുന്നത് എന്നതും ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രുതിക്ക് മനസ്സിലായിരുന്നു. 11 മണിക്കാണ് MS കമ്പനിയായിട്ടുള്ള മീറ്റിംഗ്. അതിനു മുൻപ് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ പോകണം. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. വരുമ്പോഴൊക്കെ ജോലിയുടെ കാര്യങ്ങളൊക്കെ അനുഗ്രഹ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. അനുഗ്രഹയുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. അവൾ ഭവ്യതയോടെ തലയാട്ടുകയും ചെയ്തു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞു, ഇനി എല്ലാവർക്കും ജോലിയിലേക്ക് തിരികെ പോകാം. സഞ്ജയ് പറഞ്ഞതും എല്ലാവരും പതിയെ എഴുന്നേറ്റു. അനുഗ്രഹ ശ്രുതിയോട് പുറത്തുണ്ടാകുമെന്ന് കണ്ണു കാണിച്ചാണ് ഇറങ്ങിയത്. ശ്രുതി പോകണോ വേണ്ടയോ എന്നറിയാതെ നിന്നു. 11 മണിയോടെയാണ് മീറ്റിംഗ്. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ 2 പേര് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ കമ്പനി മീറ്റിംഗിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഓഫീസിലുള്ള ആരുമായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി സർ. എങ്കിൽ ഞാൻ തിരികെ വരുമ്പോഴേക്കും ജോലിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ. ഞാൻ പോയി ഒരു 10:30 തിരിച്ചു വരും. അപ്പോൾ താനീ മീറ്റിംഗ് ഹാളിൽ റെഡിയായിരിക്കണം. ശരി. അത് പറഞ്ഞ് മിന്നൽ വേഗത്തിൽ അവൻ പുറത്തേക്ക് പോയതും ഉടനെ തന്നെ അവളും പുറത്തേക്ക് വന്നിരുന്നു. അനുഗ്രഹ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വരൂ. ഏറെ സ്നേഹത്തോടെ അനുഗ്രഹ അവളുടെ കരം കവർന്നു. നമുക്കൊരു കോഫി കുടിച്ചുകൊണ്ട് ജോലിയെപ്പറ്റി സംസാരിക്കാം. ക്യാൻറ്റീനിലേക്കാണ് അവർ നടന്നത്. അതിനിടയിൽ ശ്രുതി അവളെ പരിചയപ്പെട്ടു. അനുഗ്രഹ എത്ര നാളായി ഇവിടെ ജോലി ചെയ്യുന്നത് എന്നൊക്കെ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ശ്രുതിക്ക് വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല. സാറിൻ്റെ ക്യാബിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ക്യാബിനുണ്ട്. അതായിരിക്കും തൻ്റെ ക്യാബിൻ. അവിടെ കമ്പ്യൂട്ടറും മൊബൈലും എല്ലാ കാര്യങ്ങളും ഉണ്ട്.
പിന്നെ തനിക്ക് സ്വന്തമായൊരു ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ഉണ്ടാവും. അത് തനിക്ക് വീട്ടിൽ കൊണ്ടുപോകാം. പിന്നെ ഓഫീസിലെ ജോലികളൊന്നും കൂടുതൽ ഉണ്ടാവില്ല. സാർ ഉൾപ്പെടുന്ന ചില ഫയൽ നോക്കുക, അത് വായിച്ചതിന് ശേഷം സാറിൻ്റെ കയ്യിൽ കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സാറിൻ്റെ ജോലികളുടെ ഇടയിൽ ഓരോ കാര്യങ്ങൾ എഴുതിയെടുക്കുക. അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. മിക്കപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് മറന്നു പോകും സാറ്. പിന്നെ ഒരു പ്രധാന കാര്യം, ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഒരു PS ഉണ്ടായിരുന്നു. ഒരു മെയിലായിരുന്നു. പുള്ളി ഒരു മീറ്റിങ്ങിൽ നിന്നും കിട്ടിയ ടെൻഡർ സാർ അറിയാതെ മറ്റു കമ്പനിക്ക് കൂടുതൽ പൈസയ്ക്ക് വിറ്റു. നല്ലൊരു കമ്മീഷന് വേണ്ടിയാണ് അത് ചെയ്തത്. ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഉടനെ തന്നെ പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തു. അയാളുടെ കയ്യിൽ നിന്നും വലിയൊരു നഷ്ടപരിഹാരം തന്നെയാണ് സാറ് വാങ്ങിയത്. അത് പണത്തിന് ആവശ്യമുണ്ടായിട്ടല്ല, ചതിക്കുള്ള ശിക്ഷ. കമ്മീഷൻ കിട്ടിയതും വീട് വിറ്റതുപോലും അയാൾക്ക് തികഞ്ഞില്ല. സാർ അയാളെ ഒരുപാട് സഹായിച്ചിരുന്നു. അയാൾക്ക് വീട്, പെങ്ങളുടെ മാരേജ് ഒക്കെ നടത്തി കൊടുത്തതുപോലും സാറായിരുന്നു. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സാർ എന്തും ചെയ്യും. പക്ഷേ ചതിക്കാൻ നോക്കിയാൽ സാറിൻ്റെ സ്വഭാവം മാറും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ശ്രുതി പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. PA ആയിരിക്കുമ്പോൾ ചില കമ്പനികൾ സെക്രട്ടറികൾക്ക് ഓഫർ കൊടുക്കും. ടെൻഡറുകളും മറ്റും അവർക്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെങ്കിൽ ഒരു 20 ലക്ഷം രൂപ വരെ അവർ ഓഫർ ചെയ്യും. എങ്ങനെയെങ്കിലും നമ്മുടെ കമ്പനി അറിഞ്ഞാൽ പിന്നെ നമ്മൾ നേരിടേണ്ട ഭയങ്കര ലീഗൽ ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ നിന്ന് ഒരാൾ പോലും സാറിൻ്റെ ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുക്കാറില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ലഭിക്കുന്ന ഓഫർ കേട്ട് ഞെട്ടരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രുതി അങ്ങനെ ആവില്ല എന്നെനിക്കറിയാം. എങ്കിലും നമ്മളൊക്കെ മനുഷ്യരല്ലേ. കുറച്ച് പണം കിട്ടുമെന്ന് കരുതുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് കരുതിയാൽ പിന്നെ ലൈഫ് തീർന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം കൂടെ നിന്ന് ചതിക്കുന്നത് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. അവൾ പറഞ്ഞതിൽ നിന്നും സഞ്ജയുടെ സ്വഭാവത്തിൻ്റെ ഏകദേശ രൂപരേഖ ശ്രുതിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു. ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ആളാണെങ്കിലും ആളൊരു പാവമാണ്. അനുഗ്രഹയുടെ ഓരോ വാക്കുകളിൽ നിന്നും അവൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചു.